5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കേരള സർവകലാശാലയുടെ തമിഴ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി. കാലിക്കറ്റ് സർവകലാശാല, കോഴിക്കോട് സർവകലാശാലയുടെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റും തുടങ്ങി. ഇനിയിപ്പോൾ കേരളത്തിൽ കാണാൻ പോകുന്ന അടുത്ത പൂരം ഈ യുദ്ധം CIAയുടേതാണോ? ഇപ്പം തന്നെ പല പോസ്റ്റുകളും വന്നു തുടങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലൊക്കെ. അമേരിക്കൻ ചാരസംഘടനയായ CI ആണ് ഈ യുദ്ധം ഓപ്പറേറ്റ് ചെയ്തത്, ഈ ആക്രമണമൊക്കെ പാകിസ്ഥാനെ കൊണ്ട് ചെയ്യിച്ചത്. അത് കഴിഞ്ഞ് അടുത്ത ടീം വരുന്നുണ്ട്. ബീഹാറിലെ തെരഞ്ഞെടുപ്പാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം. ബീഹാറിൽ പോയി പ്രധാനമന്ത്രി സംസാരിച്ചു, അത് തെരഞ്ഞെടുപ്പിന് കിട്ടണം, BJPക്ക് വിജയം കിട്ടണം. അതിനാണ് പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് വേണ്ടി കാശ്മീർ തുറന്നു കൊടുത്തു. അവർ വന്ന് വെടിവെച്ചു. പിന്നെ അവരോട് കലീമ ചൊല്ലാൻ പറഞ്ഞു ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തത് BJP ഗവൺമെൻറ്റാണ്, മോഡിയാണ്. അങ്ങനത്തെ കുറേ ചിന്തകൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിശോധിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയൊക്കെ വേണം ചിന്തിച്ചുകൊണ്ട് തമിഴ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മളെ കേരള യൂണിവേഴ്സിറ്റി തമിഴ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നല്ല രസമാണ്. ഇൻ്റർനാഷണൽ സ്റ്റഡീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റോ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റോ ഒക്കെ ഇത് നടത്തിയെങ്കിൽ കുറച്ചുകൂടെ ഒരു സൗന്ദര്യമുണ്ടായിരുന്നു, ഒരു മനോഹാരിത ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തമിഴ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരിത് തമിഴ് ഡിപ്പാർട്ട്മെൻറ്റ് തമിഴിൻ്റെ സാഹിത്യവും അതുപോലത്തെ കാര്യങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അത് തന്നെ ഒന്നും ചെയ്യുന്നില്ല, പോട്ടെ, അത് തന്നെ ഒരു കാര്യവും ചെയ്യുന്നില്ല. അതൊരു കാര്യവും കേരളത്തിൽ വരുന്ന ഇപ്പോൾ തമിഴും മലയാള ഭാഷയും തമ്മിൽ വലിയ ബന്ധമുണ്ട്, തമിഴും സംസ്കൃതവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരു യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിന്, തമിഴ് ഡിപ്പാർട്ട്മെൻറ്റിന്. അതൊന്നും ചെയ്യുന്നില്ല. അതൊന്നും ചെയ്യാതെ പഹൽഗാമിലെ യുദ്ധം അല്ലെങ്കിൽ പഹൽഗാമിലെ ഭീകരവാദവും തല്ലുമൊക്കെ BJPയുടെ ആസൂത്രിതമായിട്ടുള്ള പരിപാടിയാണോ, ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ അണിയറക്കഥയാണോ എന്ന് അന്വേഷിക്കാനൊരു ത്വര. എന്നാൽ മണ്ടന്മാർ, മന്ദബുദ്ധികൾ പഹൽഗാമിൻ്റെ ബാക്കി പത്രം എന്നെങ്ങാനും പറഞ്ഞ് ടൈറ്റിലിടണ്ടേ? ടൈറ്റിലിൽ തന്നെ പറയുന്നു ഇത് ബുദ്ധിയാണോ, ആരുടെ ബുദ്ധിയാണെന്നൊക്കെ പറഞ്ഞ് ടൈറ്റിലിൽ തന്നെ പറയുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ട് അത് മറ്റു കുട്ടികൾ പരാതി കൊടുക്കുന്നു, VCയുടെ ശ്രദ്ധയിൽ വരുന്നു, NIAയുടെ ശ്രദ്ധയിൽ വരുന്നു, രജിസ്ട്രാറോട് നടപടിയെടുക്കാൻ പറയുന്നു. അങ്ങനെ നടപടിയെടുക്കാനായിട്ടൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് അടുത്ത സാധനം വരുന്നു. ഇതുപോലെ ഓരോ സാധനം അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാര്യം മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന 1.5 ലക്ഷം കോടി രൂപ വർഷം തോറുമുണ്ട്. പിന്നെ ജോലി ചെയ്യാൻ ആസാമികളും ബംഗാളികളും മറ്റുള്ള സംസ്ഥാനത്തുള്ള ആളുകളുമുണ്ട്. ഇത് വല്ലതൊക്കെ തിന്നണമെങ്കിൽ സമയാസമയത്ത് തിന്നാനായിട്ട് ഉണ്ടാക്കിത്തരാൻ തമിഴന്മാരും, അരി ഉണ്ടാക്കിത്തരാൻ ആന്ധ്രയും, പച്ചക്കറിയും പൂവും മുട്ടയും പാലും ഒക്കെ ഉണ്ടാക്കിത്തരാൻ തമിഴ്നാടും ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഉടുത്ത് പരിപാടികളൊക്കെ നടത്തി കുറേ സീരിയലും കണ്ട് നമ്മൾ കുറേ ഗമ അടിച്ച് ഇങ്ങനെ അങ്ങിരുന്ന് ഗ്യാസ് അടിച്ച് വിട്ടാൽ മതി. നമ്മളാരും യുദ്ധം കണ്ടിട്ടില്ല, പട്ടിണി കണ്ടിട്ടില്ല, ദാരിദ്ര്യം കണ്ടിട്ടില്ല, ഒന്നും കാണാത്തൊരു തലമുറയാണ്. അപ്പം നമുക്കിരുന്നങ്ങ് അടിക്കാം. അതേസമയം കാശ്മീരിലും അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളോടൊന്ന് ചോദിക്കല്ല, അവരോടൊന്ന് അഭിപ്രായം പറയുക. അവർ വളരെ ഭീകരതയിലാണ് ജീവിക്കുന്നത്. അവർക്ക് ഓരോ നിമിഷവും അവരുടെ ജീവനാണ് പ്രധാനം. അപ്പോൾ അവിടെ അടിച്ചാൽ തിരിച്ചടിക്കണ്ടേ? തീർച്ചയായിട്ടും തിരിച്ചടിക്കണം. പക്ഷേ അതിനൊക്കെ ഉള്ള ഒരു ചിന്തയൊന്നുമല്ല നമ്മുടെ ആളുകളുള്ളത്. നമ്മളെ ആളുകൾ ഇനിയിപ്പോൾ സെമിനാർ ഇതിന് വരാനിരിക്കുന്നേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. മാളത്തിൽ കയറി ഇരിക്കുമ്പോൾ ഇരിക്കും. എല്ലാം ഇനിയിപ്പോൾ കൊന്നു ചാടും, സകലവരും കൊണ്ട് ചാടും, സംഘടനകളും കൊണ്ട് ചാടും, ശാസ്ത്ര സംഘടനകൾ കൊണ്ട് ചാടും. യുദ്ധം അവസാനത്തെ ആയുധം, യുദ്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് ചാടും. നല്ല രസമാണ് ഇതിൻ്റെ കാര്യം. ഇതിൻ്റെ ഒരു ക്രോണോളജി ആലോചിച്ചാൽ നമ്മെ 26 പേരെ ആക്രമിച്ചു. ഉടൻ തന്നെ ചോദിച്ചു എവിടെയാണ് നമ്മുടെ സുരക്ഷ, ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ അത് കഴിഞ്ഞ് സുരക്ഷയൊക്കെ പ്രധാനമായിരുന്നു, സുരക്ഷ വീഴ്ചയൊന്നുമില്ല എന്നുള്ള നിലയിലൊക്കെ ചർച്ചയൊക്കെ വന്നപ്പോൾ തിരിച്ചടിക്കുന്നില്ലേ, ഉടനെ അടുത്ത ചോദ്യം. അപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചു യുദ്ധം നടത്തുന്നില്ലേ, യുദ്ധമെങ്കിൽ യുദ്ധമെന്ന് പറഞ്ഞപ്പോൾ സമാധാനമില്ലേ. എല്ലാം ഇപ്പോഴും ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും കുറ്റം പറയുക. ഈ കുറ്റങ്ങൾ മാത്രം കാണുന്നൊരു ശീലമുണ്ട്. രാഷ്ട്രീയമൊക്കെ ആവാന്നേ, രാഷ്ട്രീയമൊക്കെ നല്ലതാണ്, രാഷ്ട്രീയമാക്കേണ്ട വിഷയങ്ങൾ രാഷ്ട്രീയമാക്കണം. വഴിയെ പോണ സകല വിഷയത്തെയും രാഷ്ട്രീയമാക്കാൻ. അമ്മ ചത്ത് കിടന്നാലും അതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അവിടെ അമ്മ ചത്തുപോയി, അമ്മ മരിച്ചുപോയി, അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് പോകുകയല്ല വേണ്ടത്, അമ്മയോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. ആ ചിന്ത നമുക്കില്ല, പ്രത്യേകിച്ച് മലയാളിക്കില്ല. അതിൻ്റെ ഒരു വലിയ അസുഖമാണ് നമ്മളെ തമിഴ് ഡിപ്പാർട്ട്മെൻറ്റിൽ തുടങ്ങിയത്. ഭാഗ്യവശാൽ അവിടുത്തെ HOD ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവർ രക്ഷപ്പെട്ടു. അവർ പറഞ്ഞു ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, അത് എന്നോട് ചോദിച്ച അനുവാദമൊന്നും എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടപടിയിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ബാക്കി എന്താണ് ഇവിടെ കാണുന്നത്? ഇനിയിപ്പോൾ കോളേജുകൾ, സ്കൂൾ, ഇനിയിപ്പോൾ ബാനറുകൾ വരും, വലിയ ബാനറുകൾ വരും. എല്ലാവർക്കും എവിടെ ഭീകരവാദികൾ, എവിടെ യുദ്ധം വേണ്ട, യുദ്ധം വേണം, യുദ്ധം എന്തേ തിരിച്ചടിക്കാത്ത, എന്തേ തിരിച്ചടിച്ചപ്പോൾ ചോദിക്കുന്നു എന്തിന് തിരിച്ചടിച്ചു, സമാധാനമല്ലേ വേണ്ടത്. സമാധാനം പറയുമ്പോൾ യുദ്ധം എവിടെ, യുദ്ധം എന്ന് പറയുമ്പോൾ യുദ്ധം വേണ്ട,
ഇങ്ങനെ എന്ത് ചെയ്താലും പുത്തനച്ച് പുരപ്പുറം തൂക്കുമെന്ന് പറഞ്ഞ പോലെ കുറേ ആളുകൾ കയറി ഇങ്ങനെ ബഹളം കിഴപ്പുണ്ട്. തൊട്ടതെല്ലാം കുറ്റം, എന്ത് ചെയ്താലും കുറ്റം. എന്നാൽ വല്ല കഴിവുണ്ടോ? യാതൊരു കഴിവ്. ഈ കുറ്റം പറഞ്ഞ് ഈ അധമ വർത്തമാനം പറഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് മുതൽ തുടങ്ങി ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയതാണ്. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല അന്ന് മുതൽ പറഞ്ഞു തുടങ്ങിയതാണ്. ഒരു കാര്യമില്ല. ഇത് കുറച്ച് പേരുടെ അന്നം, അവർ ഉദരം നിമിത്തം ബഹിർത വേഷം, ഒരു സെമിനാറൊക്കെ നടത്തി അതിൻ്റെ പുറത്ത് കുറച്ച് ബാഡ്ജൊക്കെ അടിച്ച് കുറച്ച് ഫുഡൊക്കെ അടിച്ച് കുറച്ചൊരു ഷൈൻ ചെയ്ത് നടക്കുക. അതിന് ഏതെങ്കിലുമൊക്കെ വിവാദ വിഷയങ്ങൾ എടുത്താൽ സമൂഹം കൂടി ചർച്ച ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചുള്ള ഒരുതരം അധമ പ്രവർത്തനങ്ങളാണ്. അത് തമിഴിൽ നിന്ന് തുടങ്ങി കാലിക്കട്ടിലേക്ക് പോയി ഇനി കേരളത്തിൽ അതിൻ്റെ ഒരു പൂരമാണ് വരാനിരിക്കുന്നത്.